Good afternoon, all. Okay, class start here. So monitoring and improving patient satisfaction. 5 reasons are we in class. Next the factors that influence patient satisfaction. In class points. Factors okay. Then factors that influence patient satisfaction. Patients in the satisfaction affect the factors, influence the സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എടുത്തതാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകാം കേട്ടോ. അതെല്ലാം നമ്മൾ വായിച്ചു പോയില്ലേ, ഒന്ന് വായിക്കാം പോയിന്റ്സ് മാത്രം. The expectations that a patient has of care team, treatment plans, effective communication between patients and providers, wait times, the facility environment and culture. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണെന്ന് പറഞ്ഞു, കുഴപ്പമില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചെന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ കുറെ പറഞ്ഞു അല്ലെ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്താം, അവരുടെ ഫീഡ്ബാക്ക് അറിയാം അല്ലെ. അപ്പോ ഇനി എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന്റെ ഒരു മോഡൽ നമുക്ക് തന്നിട്ടുണ്ട്, നോക്കാം. Patient satisfaction survey catches self-reported patient evaluation of multiple touch points in the course of their medical care experience. Depending on what aspect of patient satisfaction is being calculated. Examples may include responsiveness of staff, clinicians, communication, technical skills, and hospital environment. അപ്പോ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ ക്യാച്ച് ചെയ്യുന്നത് സെൽഫ് റിപ്പോർട്ടഡ് പേഷ്യന്റ് ഇവാലുവേഷൻ ഓഫ് മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ് അല്ലെ, ഒന്നിലധികം ടച്ച് പോയിന്റ്സിനാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. മെഡിക്കൽ കെയർ എക്സ്പീരിയൻസിലുള്ള, അതായത് നമ്മൾ ഇപ്പോ ഡോക്ടർമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്റ്റാഫുകളെ സംബന്ധിച്ച് നമ്മുടെ ഹോൾ എക്സ്പീരിയൻസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ്, ഒന്നിലധികം കാര്യങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് നമുക്ക് ഒരു പേഷ്യന്റ് സർവേയിലൂടെ ലഭിക്കുന്നത്. Depending on what aspect of patient satisfaction being calculated, examples may include അതായത് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ, റെസ്പോൺസീവ്നെസ് ഓഫ് സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ അല്ലെ. Then clinicians communication, clinicians എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാ, മെഡിക്കൽ പരമായിട്ട് നമുക്ക് മെഡിക്കൽ പ്രാക്ടീസ് നൽകുന്ന മെഡിക്കൽ പ്രാക്ടീസ് നൽകില്ലേ, അതായത് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകൾ, നഴ്സസും ഡോക്ടേഴ്സും ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കില്ല് ആൻഡ് ഹോസ്പിറ്റൽ എൻവയോൺമെന്റ്, ഇതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ ഒരു പേഷ്യന്റിനോട് നമ്മൾ ചോദിക്കുന്നത്. അതിലൂടെയാണ് പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു കാര്യം മാത്രമല്ല, മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സുകളാണ് നമ്മുടെ ഒരു സർവേയിൽ ചോദിക്കുന്നത്. നമുക്കൊരു മോഡൽ വരുന്നുണ്ട് കേട്ടോ നോക്കാനായിട്ട്. അപ്പൊ ക്വസ്റ്റ്യൻ കൂടി ഐഡിയ കിട്ടും. എന്താണ് സർവേയിൽ ഉൾപ്പെടുന്നതെന്ന് മാത്രം ജസ്റ്റ് ഓരോ പാരഗ്രാഫ് തിരിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് നോക്കാം. Patient satisfaction surveys can be generated and issued in-house, but many hospitals depend on third-party providers with experience in developing, administrating, and explaining statistically valid patient satisfaction surveys. അല്ലെ, നമുക്കറിയാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകൾ നമുക്ക് വീട്ടിൽ തന്നെ നൽകാൻ കഴിയുന്നു. ഇപ്പൊ നമുക്ക് ആ ഒരു ഫോം തരുവാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മളുടെ വീട്ടിൽ പോയിട്ട് നമ്മളുടെ സൗകര്യം പോലെ നമുക്ക് സർവേ ചെയ്യാം. അല്ലെ, അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽ ഡിപ്പെൻഡ് ഓൺ തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സ്, മറ്റ് പ്രൊവൈഡേഴ്സ് പാർട്ടികളെ നമുക്ക് സർവേ നടത്താനായിട്ട്, തേർഡ് പാർട്ടി എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് പ്രൊവൈഡർ ഇല്ല, അതായത് കെയർ പ്രൊവൈഡർ, ഇപ്പൊ നഴ്സസും മറ്റ് സ്റ്റാഫുകളൊക്കെ നമുക്ക് ഏൽപ്പിക്കാവുന്നു ഇതുപോലെ സർവേ നടത്താനായിട്ട്. Administrating and explaining statistically valid patient satisfaction surveys, അതായത് പേഷ്യൻസിന്റെ സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് രോഗികളുടെ സാറ്റിസ്ഫാക്ഷൻ നടത്തുകയും അത് വിശദീകരിക്കുകയും ചെയ്യാം. ഇപ്പൊ എത്രത്തോളം പേഷ്യൻസ് അവിടെ വരുന്നുണ്ട്, അപ്പൊ അതനുസരിച്ചിട്ട് അത്രയും പേഷ്യൻസിന് നമുക്ക് എന്ത് ചെയ്യാം, സർവേ നടത്താൻ പറ്റും. അതിലൂടെ അവരുടെ ഫീഡ്ബാക്ക്, ഒത്തിരി പേഷ്യൻസ് ഉണ്ടെങ്കിൽ
ഇത്രയും പേഷ്യൻസിന് നമുക്ക് സാറ്റിസ്ഫൈഡ് സർവേ നടത്താനായിട്ട് സാധിക്കുന്നു. അപ്പൊ നമുക്കത് വീടുകളിലും നടത്താം, നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാലോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മറ്റ് ടീമുകൾക്ക് നടത്താം, അല്ലെങ്കിൽ നമ്മളുടെ സർവേയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്ഥിതിവിവര കണക്കനുസരിച്ച് എണ്ണ അനുസരിച്ചിട്ട് അത്രയും പേരുടെ ഒരുമിച്ച് നമുക്ക് ഫീഡ്ബാക്ക് ഒക്കെ എടുക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. എ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഈസ് എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് യൂസ്ഡ് ടു ഗ്യാദർ ഫീഡ്ബാക്ക് ഫ്രം പേഷ്യൻസ്. അല്ലെ, ഒരു സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, കുറെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഒരു സർവേ എന്ന് പറഞ്ഞാല്. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും നമ്മളുടേതായിട്ടുള്ള ആൻസർ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു നമുക്ക് ടിക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും ഒരു ഓപ്ഷൻ ഉള്ളത്. സോ നമ്മളുടെ ഫീഡ്ബാക്ക് അവിടെ രേഖപ്പെടുത്തുക. To scale their satisfaction with the quality and the care of health care service provider. നമ്മൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡർ നൽകുന്ന ഗുണനിലവാരം, ക്വാളിറ്റി ഓഫ് കെയർ ആണോ അതിനുള്ളൊരു അതിനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം അവിടെ രേഖപ്പെടുത്താം. ഇപ്പോ നിങ്ങൾ ഒരാളുടെ അഭിപ്രായമായിരിക്കില്ല നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഒരു സെയിം തന്നെ ആയിരിക്കും നിങ്ങളുടെ സർവേകള്. കോപ്പി അടിച്ചിട്ടാണോ നമ്മൾ സർവേ ചെയ്യുന്നത്? അങ്ങനെയാണോ? അപ്പത്തിരിക്കുന്ന ഒരാളുടെ കോപ്പി അടിച്ചിട്ടാണോ സർവേ ചെയ്യുന്നത്? അങ്ങനെ ചെയ്തതുകൊണ്ട് കാര്യമുണ്ടോ? നമ്മുടെ അനുഭവം ആയിരിക്കില്ല മറ്റൊരാളുടെ അനുഭവം, അല്ലെ? നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ ലഭിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ അത്രയും നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ അത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഇതാണ്, എക്സ്പീരിയൻസ് ആണ് അവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. The patient satisfaction survey questionnaire help evaluate basic metric across patient care. അപ്പോൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലെ ക്വസ്റ്റ്യനെയർ ഇവാലുവേറ്റ് ചെയ്യുന്നത് ബേസിക് മെട്രിക് അക്രോസ് ആണെന്ന്. മെട്രിക് എന്ന് വെച്ചാൽ ഒരു അളവ്, അതായത് നമ്മളുടെ ഒരു രോഗിയുടെ പരിചരണത്തിലുടനീളം കെയറിൽ അവന് ലഭിക്കുന്ന കെയറിലുടനീളമുള്ള കാര്യങ്ങളുടെ അളവുകൾ വിലയിരുത്താനാണ് നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യനെയർ ഹെൽപ്പ് ചെയ്യുന്നത്. വിലയിരുത്താൻ വെച്ചാൽ എന്താണ്? ഓരോ സെക്ഷനിലും സ്റ്റാഫിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അഡ്മിഷന്റെ ഏരിയയിൽ, റിസപ്ഷൻ ഏരിയയിൽ നമ്മൾ കംഫർട്ടബിൾ ആണോ, അങ്ങനെ എല്ലാ തരത്തിലുള്ള മെട്രിക്സ് എന്ന് വെച്ചാൽ അളവുകൾ, എല്ലാ രീതിയിലുമുള്ള അളവുകൾ നമുക്ക് വിലയിരുത്താൻ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനെയർ വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. Then that help medical institutions in assessing level of care, extended and pitfalls in service. Assessing എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? കൊണ്ടുവരിക, മനസ്സിലാക്കുക എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ഇനി പിറ്റ്ഫോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? പിറ്റ്ഫോൾ കേട്ടിട്ടുണ്ടോ? പിറ്റ്ഫോൾ മലയാളം pitfalls in service, അതായത് സർവീസിൽ നമ്മളുടെ സേവനങ്ങളിൽ പിഴവുകൾ, പോരായ്മകൾ, അപര്യാപ്തത, അല്ലെ? എന്നൊക്കെ പറയാം, കുറവുകൾ, അല്ലെ? അപ്പോ നമ്മളുടെ സർവീസിൽ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സർവേയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാത്തിനും പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയില് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. അത് ഓരോ പാരഗ്രാഫ് തിരിച്ചൊന്ന് പറഞ്ഞേക്കണെന്നുള്ളൂ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അതൊന്ന് ജസ്റ്റ് നമ്മൾ അതുപോലെ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അത് എന്താണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് ക്ലിയർ ആണോ? അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണെന്ന്? നമ്മളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണ് നമ്മൾ അവിടെ രേഖപ്പെടുത്തുന്നത്. ഓരോ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് ലഭിക്കാനാണ് നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യുന്നത്. എസ്പെഷ്യലി ഫോർ പേഷ്യൻസിനാണ് അത്. ഓക്കെ, അത്രയും നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇതൊന്ന് വായിച്ചു നോക്കാം.
വായിച്ചു എല്ലാവരും? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 6 underlying metrics which patient satisfaction have to be measured on are. 6 രോഗിയുടെ ഒരു സംതൃപ്തി അളക്കുന്നതിനുള്ള 6 അടിസ്ഥാന അളവുകളാണ് കേട്ടോ. ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നത് നോക്കാം. ക്വാളിറ്റി ഓഫ് മെഡിക്കൽ കെയർ, വൈദ്യപരിചരണത്തിന്റെ ഗുണനിലവാരം, നമുക്ക് ലഭിക്കുന്ന കെയർ ക്വാളിറ്റി ഉള്ളതാണോ എന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് വൺ, ഇന്റർപേഴ്സണൽ സ്കിൽസ് ഡിസ്പ്ലേഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ്, അതായത് ഡോക്ടേഴ്സിന്റെയോ മെഡിക്കൽ പ്രൊഫഷണൽസിനെ പ്രകടിപ്പിക്കുന്ന കഴിവുകൾ, അതായത് നല്ലൊരു ഡോക്ടറാണോ, നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ്സ് ആണോ ലഭിക്കുന്നത് എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. ട്രാൻസ്പെറൻസി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യന്റ്. ട്രാൻസ്പെറൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രാൻസ്പെറൻസി, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പറയില്ലേ നമ്മള്, അതിന്റെ മീനിങ് എന്താ മലയാളത്തിൽ എന്താ പറയാ? ട്രാൻസ്പെറൻസ്, ഒരു സുതാര്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കെയർ പ്രൊവൈഡർ ആൻഡ് പേഷ്യന്റ് അല്ലെ, അതായത് സുതാര്യമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയം ആയിരിക്കുക കെയർ പ്രൊവൈഡറും പേഷ്യന്റും. കെയർ പ്രൊവൈഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? ഡോക്ടേഴ്സും നഴ്സസും, നമുക്ക് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികൾ, അവരും പേഷ്യൻസും തമ്മിൽ നല്ലൊരു സുതാര്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക. ഫോർത്ത് വൺ, ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് കെയർ. ഫിനാൻഷ്യൽ ആസ്പെക്ട്, സാമ്പത്തികമായിട്ടുള്ള വശങ്ങൾ അല്ലെ, ട്രീറ്റ്മെന്റ്സിന്റെ കാര്യത്തില് സാമ്പത്തികമായിട്ടുള്ള വശങ്ങൾ, അതായത് ചില ഹോസ്പിറ്റലുകളിൽ നമ്മൾ പറയും ഭയങ്കര ഫീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പൊ ഡോക്ടേഴ്സിനെ കാണുന്ന ഫീസ് ആയിട്ടുണ്ടെങ്കിലും ടെസ്റ്റുകൾക്കും ഡബിൾ ഫീസ് ഒക്കെ ആയിരിക്കും അല്ലെ, ഭയങ്കര ഫീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അതെല്ലാം നമ്മൾ ഈ ഒരു നമ്മളുടെ സർവേയിൽ ഉൾപ്പെടുത്തണം. ഫീസുകൾ കൂടുതലാണോ, അപ്പൊ നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഇതിലൂടെ ഫീഡ്ബാക്ക് കിട്ടണം. Then fifth one, access to doctors and other medical professionals. അതായത് ഡോക്ടർമാരിലേക്കും പ്രൊഫഷണൽമാരിലേക്കുള്ള നമ്മുടെ ഒരു ആക്സസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രവേശനം അല്ലെ, അല്ലെങ്കിൽ പ്രവേശനക്ഷമത ഡോക്ടേഴ്സും അതുപോലെ മെഡിക്കൽ പ്രൊഫഷണൽസ് കൃത്യമായിട്ട് അവിടെ ഉണ്ടോ, ഇത്ര നമ്പേഴ്സ് ആളുകൾ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണോ നമുക്ക് കെയർ തരാൻ വേണ്ടിയിട്ട്. ഒരു ഡോക്ടർക്ക് ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അറിയാനുള്ള അവസ്ഥ എന്തായിരിക്കുന്നത്. അപ്പൊ അത്യാവശ്യം അതിനെണ്ണത്തിനനുസരിച്ചിട്ടുള്ള പേഷ്യൻസിന്റെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള ഡോക്ടേഴ്സുകളും അതുപോലെ തന്നെ സ്റ്റാഫുകളൊക്കെ ഉണ്ടോ എന്നുള്ളത്. ദെൻ ആക്സസിബിലിറ്റി ഓഫ് കെയർ, അതായത് നമുക്ക് ലഭിക്കുന്ന പരിചരണത്തിന്റെ ഒരു പ്രവേശനക്ഷമത, പരിചരണം നമുക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ടോ. ഓക്കെ, ഇത്രയും 6 പോയിന്റ്സ് ആണ് നമ്മൾ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻസിൽ മെഷർ ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ആ 6 പോയിന്റും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, then a patient satisfaction survey can be conducted anytime during in an electronic medical record EMR. Underline ചെയ്യാം, electronic medical record or electronic health record രണ്ടും പറയാം കേട്ടോ. EHR ഉം EMR ഉം, electronic medical record and electronic health record. ഓക്കെ, അപ്പോ പറയുന്നത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഒരു സർവേ നമുക്ക് എനി ടൈമിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാന്ന് അല്ലെ. ഇപ്പൊ നിങ്ങൾ ഇപ്പോ ഓൾറെഡി ഡിഗ്രിക്കും പി ജിക്കും പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിലേ അവര് ഈ പ്രൊജക്ടുകൾ ചെയ്യാറുണ്ട്. ഈ പ്രൊജക്ട് ചെയ്യുമ്പോൾ സർവേകൾ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഇപ്പൊ സർവേ ചെയ്യുന്നത്? എല്ലാവരുടെയും വീടുകളിൽ പോയിട്ട് പേപ്പർ ഈ സർവേയുടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടാണോ ചെയ്യാറ്? ഇപ്പോ റീസെന്റ് ആയിട്ട് അങ്ങനെയാണോ ചെയ്യുന്നത് കുട്ടികള്? ഇപ്പൊ നമുക്ക് ടെക്നോളജി വളർന്നു അല്ലെ, നമുക്ക് ടെക്നിക്കലായിട്ട് പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ വീടുകളിൽ പോയിട്ട് ഇങ്ങനെ സർവേ എടുക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പോ? ഇല്ല അല്ലെ. നമുക്ക് മൊബൈൽ വഴി തന്നെ നമുക്ക് അതിന്റെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അറ്റ് ദാറ്റ് ടൈമിൽ ഒരൊറ്റ നേരത്ത് തന്നെ ഒരു 100 പേർക്കോ 200 പേർക്കോ 300 പേർക്കോ നമുക്ക് സർവേ നടത്താം അല്ലെ. ലിങ്കിൽ കൂടി നമുക്ക് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് 300 പേരോ 500 പേരോ എത്ര പേരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, സർവേ നടത്താം. നമ്മൾ ഓരോ വ്യക്തികളുടെ വീട്ടിൽ പോയിട്ട് സർവേ, പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, നമ്മൾ വീടുകളിൽ പോയിട്ട് സർവേ എടുക്കും. ഓർക്കുന്നുണ്ടോ? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ നമ്മള് ഈ ഡ്രൈ ഡേയുടെ ഒക്കെ ഭാഗമായിട്ടേ അതുപോലെ വീടുകളിൽ ഇങ്ങനെ കൊതുക് നിവാരണം അല്ലെ, അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു വരുന്നുണ്ടെന്ന് തോന്നല്ലേ, മുനിസിപ്പാലിറ്റിന്നും അങ്ങനെയൊക്കെ വരാറില്ലേ, കൊതുക് നിവാരണത്തിന്റെ ഒക്കെ ഒരു ഇതിനൊക്കെ വേണ്ടി സർവേ ഒക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ വന്ന് ചെയ്യാറുണ്ടോ? സർവേ ചെയ്യാറുണ്ടോ? ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല, ഒരു ഉറക്കത്തിലാണോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഇങ്ങനെ കുറച്ചും കൂടി സാങ്കേതികമായിട്ടുള്ള വിദ്യകളൊക്കെ വന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം മൊബൈൽ ഫോൺ വഴി നമുക്ക് സർവേകളൊക്കെ
നിമിഷ നേരം കൊണ്ട് നമുക്ക് വീട്ടിലിരുന്നാൽ മതി. ഈ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 100 പേരോ 200 പേരുടെ ഒക്കെ സർവേ നമുക്ക് നടത്താൻ സാധിക്കും. ഇതാണ് അവിടെ പറയുന്നത്. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡോ അല്ലെങ്കിൽ EHR ഉറക്കമില്ല. ഓക്കെ, ചാപ്റ്റർ കുറച്ച് ബോറിംഗ് ആണ്, അതുകൊണ്ട് ഉറക്കത്തിലാണെന്ന് ചോദിച്ചതാണ് അല്ലെ. കുറച്ച് ബോറിംഗ് ഒക്കെയാണ്. പിന്നെ നമ്മൾ വായിച്ചത് മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ് കേട്ടോ. നമുക്ക് വേറൊരു രീതിയിൽ എക്സാം കിട്ടുമെന്നും പറയാൻ പറ്റാത്തൊരു ചാപ്റ്റർ ആണത്. എങ്കിലും ഞാൻ എന്റെ ഭാഗത്തു നിന്നും മാക്സിമം നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ ഷോർട്ട് ആക്കിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് കണക്ട് ചെയ്തൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾ എത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മൊത്തം ചിലപ്പോൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ടഫായിട്ടൊക്കെ തോന്നിയേക്കാം. കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ അതിനെ വായിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി ബൈ വേ ഓഫ് മൊബൈൽ, അല്ലെങ്കിൽ നമുക്ക് മൊബൈലിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ ഫിസിക്കൽ കോപ്പീസ് ഓഫ് ദ സർവേ. ഫിസിക്കൽ കോപ്പി എന്ന് പറഞ്ഞാൽ ഇതുപോലെ പേപ്പറൊക്കെ എടുത്തിട്ട് നമുക്ക് ഓരോ വീടുകളിൽ പോയിട്ട് സർവേ എടുക്കാം. ദെൻ വെബ്സൈറ്റുകൾ, വിവിധ വെബ്സൈറ്റുകൾ വഴി എടുക്കാം, POS വഴി എടുക്കാം. POS ഡിവൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, POS കേട്ടിട്ടുണ്ടോ? പോയിന്റ് ഓഫ് സ്കെയില്. അതായത് ഇപ്പൊ പേയ്മെന്റ് ഒക്കെ നമ്മൾ റിസീപ്റ്റ് പേയ്മെന്റ് ഒക്കെ പ്രോസസ് ചെയ്യില്ലേ, ഒരു ചെറിയൊരു ഉപകരണം. നമ്മൾ കടകളിലൊക്കെ പോകുമ്പോൾ പിൻ നമ്പർ നമ്മൾ ATM ഇടില്ലേ, ആ ഒരു എക്യുപ്മെന്റ് ഇല്ലേ ചെറുത്, പേയ്മെന്റ് പ്രോസസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം, അതാണ് POS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഡിവൈസ് വഴിയും നമുക്ക് ഇങ്ങനെയുള്ള ഇത് എടുക്കാവുന്നത്. അതുപോലെ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് വെയിറ്റിംഗ് റൂം, വെയിറ്റിംഗ് റൂമിൽ, ഹോസ്പിറ്റലിന്റെ വെയിറ്റിംഗ് റൂമിലുള്ള കമ്പ്യൂട്ടറിലും ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഓരോരുത്തർക്ക് അതിൽ ചെയ്തിട്ട് നമ്മളുടെ ഫീഡ്ബാക്ക് അതിലും രേഖപ്പെടുത്താൻ പറ്റും. ടച്ചബിൾ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഇല്ലേ, അതിനകത്ത് നമുക്ക് ചെയ്യാം. ATM മെഷീൻസ് ഒക്കെ ഇല്ലേ, അതിലെ പോലെ. ഓർ എനി അതർ മീഡിയം, അങ്ങനെ മറ്റു പല ഡിഫറെന്റ് ടൈപ്പിലും നമുക്ക് എന്ത് ചെയ്യാം, പേഷ്യൻസിന്റെ സർവേ നമുക്ക് ചെയ്യാൻ, സർവേ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഓക്കെ, ഇത് വായിച്ചു നോക്കാം കേട്ടോ, പെട്ടെന്ന് വായിച്ചു നോക്കാം. 6 പോയിന്റ് വായിക്കാം കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടതല്ലേന്ന്. ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ടും ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിപ്പോ ചില കാര്യങ്ങൾ നമുക്ക് വീട്ടിലും തന്നു വിടാറില്ലേ, ചില സർവേ ഒക്കെ നടത്തുമ്പോൾ നമ്മൾ ആ ഫോം ഫില്ല് ചെയ്തിട്ട് പിന്നെ തിരികെ കൊടുത്താൽ മതി. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ മുനിസിപ്പാലിറ്റി എന്നൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊണ്ട് തരും, നമുക്ക് അപ്പൊ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ അവർ തന്നെ നമ്മളോട് ചോദിച്ചിട്ട് അവർ തന്നെ നമ്മളുടെ ആൻസർ ടിക്ക് ചെയ്ത് പോകും. ഇങ്ങനെ വീട്ടിൽ ഇന്ന സാധനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കും അല്ലെ. അപ്പൊ അവര് തന്നെ ടിക്ക് ചെയ്തിട്ട് പോകും. അപ്പൊ ഹോസ്പിറ്റലിലെ സർവേയും വീട്ടിൽ വെച്ചായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മളുടെ ഓരോരുത്തരുടെയും ഇതല്ലേ, അവരുടെ ഇഷ്ടത്തിനല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ളതല്ലേ. അപ്പൊ അവിടെ വെച്ചും ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ തിരിച്ച് വീട്ടിൽ പോയി ചിലപ്പോൾ തിരിച്ച് നമ്മളത് ഫിൽ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ ഇപ്പൊ കൂടുതലും എനിക്ക് തോന്നുന്നു നമ്മൾ ഡയറക്ട്ലി ഫിസിക്കൽ കോപ്പി അങ്ങനെ കൊടുക്കാറില്ല അല്ലെ. ഇപ്പൊ നമ്മളുടെ ഫോൺ നമ്പറൊക്കെ അവിടെ ഓൾറെഡി നമ്മൾ റിസപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിലേക്കാണ് ഇതുപോലെ ലിങ്ക് വരുന്നത് ഇല്ലേ. ഇപ്പൊ കോമൺ ആയിട്ട് ഇപ്പൊ അങ്ങനെയാണ് കൂടുതലും ചെയ്യുന്നത്, മൊബൈൽ വഴിയിട്ടല്ലേ. അതാകുമ്പോൾ എളുപ്പമാണ്, നമുക്ക് ടിക്ക് ചെയ്യേണ്ടതില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ അതും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, 6 പോയിന്റ് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് 6 പോയിന്റ്. ഫീഡ്ബാക്കിനുള്ള മെസ്സേജ് വരാറുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന്റെ ഫീഡ്ബാക്ക് ചോദിക്കാറുണ്ട്. അതിപ്പോ ഹോസ്പിറ്റലിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അല്ലാതെ ഇത് സർവേ ഉദ്ദേശിക്കുന്നത് പല ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഒരു ഏരിയ മാത്രമല്ല, ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ്. അല്ലാതെ തന്നെ ഇപ്പൊ നിങ്ങൾ ലാബിൽ പോകണമെങ്കിലും അതിന്റെ എല്ലാത്തിന്റെ ഫീഡ്ബാക്ക് ഇപ്പൊ നമുക്ക് ഫോണിൽ അപ്പൊ തന്നെ വരാറുണ്ട് അല്ലെ. നമ്മളൊരു ഓൺലൈൻ ഒരു സംഭവം എന്തെങ്കിലും ഒരു പർച്ചേസ് ചെയ്താൽ പോലും നമുക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് വരാറില്ലേ. അപ്പൊ തന്നെ നമ്മൾ ഇത്ര സ്റ്റാർ ഒന്ന് കൊടുക്കാറുണ്ട് ഇല്ലേ. ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ ഫീഡ്ബാക്ക് നമ്മൾ കൊടുക്കാറില്ലേ. നമ്മൾ സാറ്റിസ്ഫൈഡ് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട് അല്ലേ. അടുത്തത് ഒരു മോഡൽ ഉണ്ട്, അപ്പൊ അതും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കാം, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. സർവേയുടെ ഒരു മോഡലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ ഇത് സർവേയുടെ ആ ഒരു ഷീറ്റ് ആണ്, മോഡലാണ്. നോക്കാം, ഡിയർ പേഷ്യന്റ്, വി ആർ ഇൻട്രസ്റ്റഡ് ടു നോ വാട്ട് യു തിങ്ക് അബൌട്ട് അവർ സർവീസ്. ഞങ്ങളുടെ സർവീസുകൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാനായിട്ടുള്ള ഒരു താല്പര്യമുള്ളത്. യുവർ പെർഫോമൻസ് ബൈ കംപ്ലീറ്റിംഗ് ദിസ് ബ്രീഫ് 5 minutes survey in connection with your visit. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ ഈ സർവേയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാമോ.
Then thank you for taking time to share your experience with us. ഞങ്ങളോട് ഇതിനൊരു 5 മിനിറ്റ് ഷെയർ ചെയ്യുന്നതിന് താങ്ക് യു പറയുകയാണ്. Then ഇതാണ് നമ്മളുടെ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ഒരു മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മോഡൽ നോക്കാം. അപ്പൊ മോഡലും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും അതിൽ നിന്നും ഒരു ഐഡിയ കിട്ടും. How satisfied are you with the following? Questions ആണ് കൊടുത്തിരിക്കുന്നത്. Then ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്കുകളാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോ എക്സ്റ്റേണലി സാറ്റിസ്ഫൈഡ്, ഹൈലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിന് 5 മാർക്ക് കൊടുത്തിരിക്കുന്നു. വെരി സാറ്റിസ്ഫൈഡ് അതിലും കുറച്ചുകൂടി, അതാവുമ്പോൾ 4, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 3, വെരി ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ 2. അങ്ങനെയാണ് നമ്മൾ മാർക്ക് സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും വായിച്ചു നോക്കാം. ഓരോ ക്വസ്റ്റ്യനും വായിച്ചിട്ട് നമ്മൾ അതില് നമുക്ക് ഭയങ്കര ഹൈലി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഒന്ന് ടിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് ചെയ്താൽ മതി. ഏതാണോ ഒരെണ്ണത്തിൽ തന്നെ 2 ടിക്ക് മാർക്ക് ചെയ്യാൻ പാടില്ല. ഏതാണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഓരോരുത്തരുടെയും. ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു 2 പേർക്ക് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ 2 പേർക്ക് ക്വസ്റ്റ്യനെയർ തന്നു. ഈ 2 പേരും ഒരാളുടെ നോക്കിയിട്ട് ക്വസ്റ്റ്യനെയർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണോ ചെയ്യുന്നത്? ഒരാളുടെ അഭിപ്രായമായിരിക്കില്ല മറ്റൊരാളുടെ എക്സ്പീരിയൻസ്, ആണോ? 2 പേർക്കും 2 പേരുടെ അവരവരുടേതായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് അവര് ആ ക്വസ്റ്റ്യനെയർ ആൻസർ ചെയ്യുന്നത്, ഇല്ലേ? ആണോ? നിങ്ങളുടെ തന്നെ സെയിം ആൻസർ തന്നെ ആയിരിക്കോ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിനും ഉള്ളത്? ആണോ? വ്യത്യാസം ഉണ്ടാവും, അല്ലെ? അപ്പൊ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ വായിക്കാം. അതില് നമ്മളുടെ അനുഭവത്തിൽ എന്താണ്, ഇപ്പൊ എനിക്കത് ഭയങ്കര വെരി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഞാൻ അവിടെ ടിക്ക് മാർക്ക് ചെയ്യാം. എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ എന്ത് ചെയ്യാം, വെരി ഡിസാറ്റിസ്ഫൈഡ് അവിടെ ഒന്ന് ടിക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് നോക്കുന്നത്. ഈസി എന്നാക്കണം കേട്ടോ. അത് ഈസി ഓഫ് മേക്കിംഗ്, ഈസി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈസി ഓഫ് മേക്കിംഗ് appointments for checkup, physical exams, well visits, routine follow-ups, appointments. നോക്കാം. ഈസി മേക്കിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ പെട്ടെന്ന് റെഡി ആവുന്നു. അതുപോലെ ചെക്കപ്പുകളും കാര്യങ്ങളും, ദെൻ ഫിസിക്കൽ എക്സാംസുകള്, മീൻസ് ടെസ്റ്റുകളും മറ്റും. അതുപോലെ തന്നെ നല്ലൊരു റൊട്ടീൻസ്, വിസിറ്റുകളൊക്കെ ലഭിക്കുന്നുണ്ട്. ഫോളോ അപ്പ് അപ്പോയിന്റ്മെന്റ്സ് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ എന്റെ അഭിപ്രായം ഏതാണോ അവിടെ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ദ കംഫോർട്ട് ഓഫ് ദ റിസപ്ഷൻ ഏരിയ. റിസപ്ഷൻ ഏരിയയിൽ നിങ്ങൾ എത്രത്തോളം കംഫോർട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു. റിസപ്ഷനിൽ ഇരിക്കുന്ന സ്റ്റാഫുകൾ നമ്മളോട് നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നത്. പക്ഷെ എല്ലാവരും നല്ല രീതിയിലായിരിക്കണമെന്നില്ല. ചിലപ്പോ നിങ്ങൾക്ക് ഇത് തന്ന ദിവസം, ചിലപ്പോ ഇത് സർവേ തന്ന ദിവസം നിങ്ങൾ റിസപ്ഷനിൽ നിങ്ങളോട് ചിലപ്പോ ഇച്ചിരി ദേഷ്യത്തോടു കൂടിയോ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതിന്റെ ആൻസർ കിട്ടാത്ത രീതിയിലായിരിക്കും അവർ പെരുമാറിയതെങ്കിൽ നിങ്ങൾ എവിടെയായിരിക്കും ടിക്ക് ചെയ്യുന്നത്? എക്സ്ട്രീമിലി കൊണ്ട് ടിക്ക് ചെയ്യോ? ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയോ? നമ്മളോട് എങ്ങനെയാണോ പെരുമാറിയത്, ആ ഒരു അനുഭവം എങ്ങനെയാണോ നമുക്കുള്ള എക്സ്പീരിയൻസ്, അത് ഏതാണോ അതിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ടിക്ക് ചെയ്യാം. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ സാറ്റിസ്ഫൈഡ് ചെയ്യാം. ഭയങ്കര മോശമായിട്ടാണെങ്കിൽ വെരി ഡിസാറ്റിസ്ഫൈഡ് ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈസി ഇൻ കോണ്ടാക്ടിങ് യുവർ ഡോക്ടർ. ഡോക്ടറെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഉണ്ടെങ്കിൽ ഏതാണോ അത് നിങ്ങൾ മാർക്ക് ചെയ്യാം. Then the comfort of the examining room. പരിശോധനാ മുറിയിൽ നിങ്ങൾ കംഫോർട്ട് ആണോ? ഡോക്ടറിന്റെ റൂമിൽ നിങ്ങൾ കംഫോർട്ടബിൾ ആണോ? Then waiting time in your office. വെയിറ്റിംഗ് ടൈം എങ്ങനെയാണ്? കുറെ നേരം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിൽക്കണോ? അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ അനുഭവമാണ്, അല്ലെ? അപ്പൊ അത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ നോക്കാം. The courtesy of the staff. Courtesy means എന്താ? courtesy മര്യാദ, അതായത് നല്ല മര്യാദയോട് കൂടിയിട്ടാണോ സ്റ്റാഫുകൾ നിങ്ങളോട് പെരുമാറുന്നത്? അത് ഓരോരുത്തരുടെയും അനുഭവം. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഓൺ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. ആ ഹോസ്പിറ്റലിലുള്ള ട്രീറ്റ്മെന്റ്സിന്റെ ചിലവുകൾ എങ്ങനെയാണെന്ന്, അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം. ഹൗ വാസ് അവർ ഡയഗ്നോസ്റ്റിക് സർവീസ്. ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഡയഗ്നോസ്റ്റിക് പരിശോധന, ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന്, എങ്ങനെയാണെന്ന് നിങ്ങൾ അതിൽ സംതൃപ്തിയാണോ? The quality of the care you have received. നിങ്ങൾക്ക് നല്ലൊരു പരിചരണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? Then last one, your overall opinion on our service. Totally ഡോക്ടേഴ്സിന്റെയും സ്റ്റാഫിന്റെയും നിങ്ങളുടെ റിസപ്ഷന്റെയും എല്ലാ ഭാഗത്തു നിന്നും ഓവറോൾ ആയിട്ടുള്ള ഒരു സർവീസ് എങ്ങനെയാണ്?
സാറ്റിസ്ഫൈഡ് ആണോ, ഡിസാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ ഹൈലി സാറ്റിസ്ഫൈഡ് ആണോ, എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് അടയാളപ്പെടുത്താം. അപ്പൊ ഓരോ ക്വസ്റ്റിനും നമ്മൾ വായിക്കുക, നമ്മളുടെ സ്വന്തം അനുഭവം എന്താണോ, എനിക്ക് ഇന്ന അനുഭവമാണ്, എനിക്ക് സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല, എങ്കിൽ ഏതാണോ, എല്ലാ ക്വസ്റ്റിനും ഒരേ ആൻസർ തന്നെ വന്നോന്നില്ലാലോ, എല്ലാത്തിനും ഒരേ ടിക്കായിരിക്കും കൊടുക്കുന്നത്, അല്ല, വ്യത്യാസം ഉണ്ടാവും. ഓരോ ക്വസ്റ്റിനും വായിച്ചിട്ട് ഓരോ ക്വസ്റ്റിനിലുള്ള നമ്മളുടെ അനുഭവം എന്താണോ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ ഉൾപ്പെടുന്നത്. അപ്പൊ ക്ലിയർ ആയോ? കുറച്ചും കൂടി എന്താണ് ഒരു സാറ്റിസ്ഫാക്ഷൻ സർവേ എന്നുള്ളത് ഓക്കെ ആയില്ലേ? മോഡലുകൾ കണ്ടപ്പോ ക്ലിയർ ആണോ? കുറച്ച് പേര് റെസ്പോൺസ് ഒന്നും ഇല്ലാലോ, എല്ലാവരും ഉറക്കത്തിലാണ് അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ആ മോഡൽ ഒന്ന് നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം, മോഡൽ ഒന്ന് വായിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കാം. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഓക്കെ, വായിച്ചെല്ലാവരും നെക്സ്റ്റ് സെക്ഷൻ നോക്കാം കേട്ടോ. Patient satisfaction. So, surveys benefit for patients and hospital. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ഹോസ്പിറ്റലിനും അതുപോലെ തന്നെ പേഷ്യൻസിനുമുള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. നോക്കാം. Patient satisfaction surveys are an important way to scale how the patients feel about their experience with the practice. അല്ലെ, പേഷ്യന്റ് സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് വേ ആണ് പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് മനസ്സിലാക്കുന്നതിനായിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് ഈ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത്. Contented patients are more probably to suggest to the hospital to others. Contented patients എന്ന് വെച്ചാൽ സാറ്റിസ്ഫൈഡ് പേഷ്യൻസ്. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് മറ്റ് അവരുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും മറ്റുള്ളവർക്കും നമ്മളുടെ ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് നല്ലൊരു അനുഭവം ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. They are also less probable to find complaints. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ കംപ്ലൈൻസ് വളരെ കുറവായിരിക്കും അല്ലെ, അവർ സാറ്റിസ്ഫൈഡ് ആണ്, അതുകൊണ്ട് തന്നെ അവർക്ക് കംപ്ലൈൻസ് ഒന്നും അധികം വരുന്നില്ല. Aiming at maintaining high patient satisfaction scores benefit medical organization and the patient in a lot of ways. അപ്പോ ഈ ഒരു പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ സർവീസിന്റെ ബെനിഫിറ്റ് മെഡിക്കൽ ഓർഗനൈസേഷനും അതുപോലെ തന്നെ പേഷ്യൻസിന് പല വിധത്തിലുള്ള അതിന്റെ ബെനിഫിറ്റ്സുകൾ ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പേഷ്യന്റ് ഫസ്റ്റ് എന്നാണ് പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ. പേഷ്യന്റ് ലോയാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ വിശ്വസ്തത അതുപോലെ തന്നെ നിലനിർത്തുക, പേഷ്യൻസിന്റെ വിശ്വസ്തത നിലനിർത്തല്. നോക്കാം. Patients have more choice in connection with their health care than ever before. Satisfied patients are more probable to faithful patients. അല്ലെ, അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസുകൾ
അവര് എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസുകൾ മോർ പ്രോബബ്ലി ഫെയ്ത്ത്ഫുൾ പേഷ്യൻസ് ആയിരിക്കും. അവർ വിശ്വസ്തരായിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. അവർക്ക് നമ്മളുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ വിശ്വസ്തമായിരിക്കും. അവർക്ക് ഭയങ്കര വിശ്വാസമായിരിക്കും. അവിടുത്തെ ട്രീറ്റ്മെന്റ്സും ഡോക്ടേഴ്സും കാര്യങ്ങളും എല്ലാവരോടും ഒരു ലോയാലിറ്റി ഉണ്ടാവും, വിശ്വസ്തത ഉണ്ടാകുന്നു. This is not only means they will schedule necessary checkup, follow up and other required appointments, but they are more probable to keep them. അതായത് അതിനർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ എന്താണ് അതിനർത്ഥം ഷെഡ്യൂൾ അവർ നെസസറി ചെക്കപ്പ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഫോളോ അപ്സ് ചെയ്യുന്നവരോ അപ്പോയിന്റ്മെന്റ്സ് നമുക്ക് എപ്പോഴും എടുക്കുന്നവരോ ആയതുകൊണ്ട് മാത്രമല്ല, ബട്ട് ദേ ആർ മോർ പ്രോബബിൾ ടു കീപ് ദം, അവര് ആ ഹോസ്പിറ്റലിൽ തന്നെ കീപ്പ് ചെയ്യുന്നത്. അതായത് ഈ ഫോളോ അപ്പുകൾ ചെയ്യുന്നു, ദെൻ ചെക്കപ്പുകളൊക്കെ സ്ഥിരമായിട്ട് അവർ തന്നെ വന്ന് ചെയ്യുന്നു. എന്ത് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ അവര് തുടർച്ചയായിട്ട് ചെയ്യുന്നവരായിരിക്കും, അവർ കീപ്പ് ചെയ്യുന്നവരായിരിക്കും. വിശ്വസ്തരായിട്ടുള്ള പേഷ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ ഗ്രാൻഡ് അംബാസിഡർ ഫോർ ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ ഓൾസോ ഗ്രാൻഡ് അംബാസിഡർ ഫോർ ഹോസ്പിറ്റൽ. സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിൽ ഒരു ഗ്രാൻഡ് അംബാസിഡേഴ്സ് ആണെന്ന്. They tell their friends and family about good experience and bad ones with their friends and family. അല്ലെ, അങ്ങനെയുള്ളവര് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസുകള് they will ഫ്രണ്ട്സിനും ഫാമിലിക്കും അവരുടെ ഗുഡ് എക്സ്പീരിയൻസിനെ കുറിച്ചും ബാഡ് എക്സ്പീരിയൻസിനെ കുറിച്ചും ഫ്രണ്ട്സിനും ഫാമിലിക്കും പങ്കുവെക്കുന്നു. അല്ലെ, ഇതിപ്പോ നമുക്കൊരു ഹോസ്പിറ്റലിൽ ചെന്നു, നിങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസ് ആണ് അവിടെ നിന്ന് ഫീൽ ചെയ്തത്, മീൻസ് ഡോക്ടേഴ്സിന്റെ സേവനം ഭയങ്കര മോശമാണ്, ഫെസിലിറ്റീസുകൾ കുറവാണ്, അല്ലെങ്കിൽ നഴ്സസിന്റെ എണ്ണം വളരെ കുറവാണ്, അങ്ങനെയെങ്കിൽ ഭയങ്കര ബാഡ് ആയിട്ടുള്ള സർവീസ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിനോട് സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അവിടെ പൊക്കോളൂ, നല്ല ഡോക്ടറാണെന്നാണോ പറയുന്നത്? അങ്ങനെയായിരിക്കോ? നിങ്ങൾക്കൊരു ബാഡ് അനുഭവമാണ്, ഒരു മോശം അനുഭവമാണ് അവിടെ നിന്ന് ലഭിച്ചതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അങ്ങോട്ട് വിടോ? അങ്ങനെയാണോ പറയാറ്? നല്ല അനുഭവമാണ്, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ, എനിക്ക് എന്തായാലും അനുഭവിച്ചു, അപ്പൊ അവരും കൂടി അങ്ങനെ കിട്ടട്ടെ നോക്കാണോ പോകുന്നത്, വിടുന്നത്? അല്ല, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് നമ്മളുടെ ഗുഡ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ബാഡ് എക്സ്പീരിയൻസും, നമുക്ക് കിട്ടിയിട്ടുള്ള നല്ല എക്സ്പീരിയൻസും അതുപോലെ ബാഡ് എക്സ്പീരിയൻസും നമ്മൾ എന്ത് ചെയ്യാ, നമ്മളുടെ ഫ്രണ്ട്സിന് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അത്രയുമാണ് പേഷ്യന്റിന്റെ ലോയാലിറ്റി റിഡംഷൻസിൽ പറയുന്നത്. ഓക്കെ, വേർഡ്സുകൾ കുറച്ച് സെന്റൻസുകൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയേക്കാം. അത് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഷോർട്ട് ആക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോ സെന്റൻസ് എടുത്ത് വായിക്കുമ്പോൾ അത് ഇച്ചിരി ടഫാണോ ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നിയേക്കാം. കുഴപ്പമില്ല, വായിച്ച് അത് നിങ്ങളുടേതായ രീതിയിൽ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അത് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പോയിന്റ് ഒന്ന് വായിക്കാം. ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. പ്രോഫിറ്റബിലിറ്റി, ലാഭം വർദ്ധിപ്പിക്കുക. ലാഭം വർദ്ധിപ്പിക്കുന്നത് പ്രോഫിറ്റബിൾ ആർക്കായിരിക്കും? പേഷ്യന്റിനാണോ ഹോസ്പിറ്റലിനാണോ പ്രോഫിറ്റ് ലഭിക്കുന്നത്? പ്രോഫിറ്റ് ഹോസ്പിറ്റലിനാണോ പേഷ്യന്റിനാണോ? ആർക്കാണ്? പേഷ്യന്റിനാണോ ഹോസ്പിറ്റലിനാണ് അല്ലെ, അവർക്കല്ലേ പ്രോഫിറ്റ് കിട്ടുന്നത്. ഫ്രീ സർവീസ് ഒന്നല്ല ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവർക്ക് അതിന്റെ ഒരു പ്രോഫിറ്റബിൾ കിട്ടുന്നുണ്ട്. പേഷ്യൻസിന്റെ എണ്ണത്തിനനുസരിച്ച് അവർക്ക് അതിന്റെ ഒരു പ്രോഫിറ്റബിൾ കിട്ടും. നോക്കാം. Increased profitability. Contented patients eventually lead to increased profit for the hospital in many ways. Satisfied ആയിട്ടുള്ള പേഷ്യൻസ് ഇവൻച്വലി പലതരത്തില് ഹോസ്പിറ്റലിന് ലാഭം ഉണ്ടാക്കുന്നു അല്ലെ, പലതരത്തിലുള്ള ലാഭം ഉണ്ടാക്കുന്നവര്. ഫസ്റ്റ്ലി പറയുകയാണെങ്കിൽ contented patients show up for their appointments, which means that hospital don't lose money on dead hours during a day. അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്സ് നമുക്ക് ലഭിക്കും. എല്ലാവരുടെയും വീണ്ടും വീണ്ടും ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ചൂസ് ചെയ്യും. അതിനാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഡ്യൂറിങ് എ ഡേയിൽ ഡെഡ് അവേഴ്സ് ഇല്ലാന്ന്, എപ്പോഴും വർക്കിംഗ് ആണ്, പേഷ്യൻസ് അപ്പോയിന്റ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു ഫ്രീ ടൈം അവിടെ ഡെഡ് അവേഴ്സ് ഇല്ല, അതായത് ഫ്രീ ആയിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആയ പേഷ്യൻസ് വീണ്ടും വീണ്ടും ഹോസ്പിറ്റലുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ദെൻ അവർ സജസ്റ്റ് ചെയ്തിട്ടുള്ള അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വരികയാണ്. സോ അതുകൊണ്ട് ഒരു ഡ്യൂറിംഗ് ദ ഡേ ഒരു ഡെഡ് അവേഴ്സ് ഇല്ലാന്ന്, എപ്പോഴും അപ്പോയിന്റ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു. സെക്കൻഡ്, ദേ ഓൾസോ പ്രൊവൈഡ് ഗ്രാൻഡ് റിവ്യൂസ് ആൻഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ റിസൾട്ട് അല്ലെ. ഓൾസോ അവർ പ്രൊവൈഡ് ചെയ്യുന്നു അവരുടെ റിവ്യൂസും, അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഫീഡ്ബാക്കുകൾ അപ്പൊ തന്നെ നമുക്ക് ഇടുന്നു റിവ്യൂസുകൾ. അപ്പൊ അവരുടെ റിവ്യൂകൾ ഇടുന്നു, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ റിസൾട്ടുകൾ നമ്മൾ ചെയ്യുന്നു. അതിനാൽ അവർക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റബിൾ കിട്ടുന്നു.
That leads to a new patient acquisition and improved insurance reimbursement. റീഇംബർസ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടവ് ലഭിക്കുന്നു. അതായത് ഇപ്പോ നമ്മള് ഗൂഗിളിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലേ, ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ പേര് അടിച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ദെൻ അവർക്ക് സ്റ്റാർ റിവ്യൂ ചെയ്തിട്ടുണ്ടാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ പേരൊന്ന് ഗൂഗിളിൽ അടിച്ച്, ഹോസ്പിറ്റൽ മാത്രമല്ല ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അതില് ഈ ആളുകളുടെ എന്താ റിവ്യൂ ഉണ്ടാകും ഇല്ലേ? സ്റ്റാർ മാർക്ക് ഇത്ര സ്റ്റാർ, 5 സ്റ്റാർ, 4 സ്റ്റാർ, ദെൻ റിവ്യൂസുകൾ എഴുതിയിട്ടുണ്ടാവും. ഓരോരുത്തരുടെ അനുഭവങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെ? അപ്പൊ നമുക്ക് എടുത്ത് നോക്കാം. അപ്പൊ 5 സ്റ്റാറിൽ നമ്മളപ്പോ ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത് ഏതാണോ അതാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പോ കണ്ടോ, പേഷ്യന്റ് അക്വിസിഷൻ ഇംപ്രൂവ് അത് ഇങ്ങനെ നമ്മള് പേഷ്യന്റിന്റെ റിവ്യൂ എടുത്ത് നോക്കുമ്പോൾ, ഹോസ്പിറ്റലിലെ റിവ്യൂവും അല്ലെങ്കിൽ സർവേകളുടെ റിവ്യൂ ഒക്കെ എടുത്ത് നോക്കിയിട്ടാണ് ആളുകൾ നമ്മൾ 5 സ്റ്റാർ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്കായിരിക്കും ചൂസ് ചെയ്തത് അല്ലെ? അപ്പോ നിങ്ങൾ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിലേ, അപ്പൊ നിങ്ങൾ ഒരു ഓൺലൈനിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യണമെന്ന് നോക്കും. നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെ ഒത്തിരി ഇതൊക്കെ ഉണ്ടല്ലോ ഓൺലൈൻ പർച്ചേസിനുള്ളത്. സോ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എടുത്ത ആളുകളുടെ റിവ്യൂ നോക്കും. ഓരോ പ്രൊഡക്റ്റിന്റെ നോക്കാറുണ്ടോ നിങ്ങൾ? റിവ്യൂ നോക്കും. 5 സ്റ്റാർ ഉണ്ടോ, 4 സ്റ്റാർ ആണോ, എത്ര സ്റ്റാർ ആണ്? നമ്മൾ റിവ്യൂ നോക്കിയിട്ടല്ലേ നമ്മൾ അത് ബുക്ക് ചെയ്തത് ആണോ? നമ്മൾ ഇപ്പോ മാക്സിമം നോക്കിയപ്പോ 5 സ്റ്റാർ ഉണ്ട്, അതിന്റെ പിക്ചറും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ എടുത്ത് നോക്കും. ഇങ്ങനെ തന്നെയാണ് ഡ്രസ് ഇരിക്കുന്നത്, അപ്പൊ അതിൽ ഓൾറെഡി ഇട്ടിട്ടുള്ള റിവ്യൂ ഇട്ടിട്ടുള്ള പിക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ? സോ നമ്മൾ ആ പിക്ചറും ഈ റിവ്യൂവും സ്റ്റാർ റേറ്റ് ഒക്കെ നോക്കിയിട്ടാണ് അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. സോ ഇവിടെയും അത് തന്നെ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഓരോ ഹോസ്പിറ്റലിന്റെ പേരുകളൊക്കെ ഒന്ന് നോക്കും. അപ്പൊ നോക്കുമ്പോൾ അതിന്റെ ഇപ്പൊ 5 സ്റ്റാർ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ ഒരു ഹോസ്പിറ്റൽ ആളുകൾ സെലക്ട് ചെയ്യും. അതാണ് പറയുന്നത് ഇംപ്രൂവ്ഡ് ഇൻഷുറൻസ് റീഇംബർസ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചടവ്. വീണ്ടും വീണ്ടും ആളുകൾ അതിലേക്ക് വരികയാണെന്ന് റിവ്യൂകളൊക്കെ കണ്ടിട്ട്. അതാണ് ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റിയിൽ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് 2 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാമോ? പേഷ്യന്റ് ലോയാലിറ്റി, ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി. സിമ്പിൾ ആണ്, നമുക്കത് വായിച്ച് നമ്മളുടേതായ രീതിയിലോട്ടൊന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. ചിലപ്പോൾ ഇതിനകത്ത് സെന്റൻസുകളും ഇതൊക്കെ കുറച്ച് കടിച്ചാപ്പൊട്ടാത്ത വാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മളുടേതായ രീതിയിൽ അതിനെ വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞിട്ട്? ക്ലിയർ ആണോ? മീൻസ് ഞാൻ നിങ്ങൾക്കും കൂടി എളുപ്പത്തിൽ നമ്മളുടേതായ രീതിയിലൊക്കെയാണ് അത് പറഞ്ഞ് കൺവേർട്ട് ചെയ്ത് തരുന്നത് കേട്ടോ. എക്സാക്ട് അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയുന്നത്. ഫസ്റ്റ് 2 പോയിന്റ് വായിക്കാം കേട്ടോ. ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് വായിക്കണം. നിങ്ങൾ വായിക്കാതെ പോയിട്ട് ഒരു കാര്യമില്ല, വായിക്കണം. ഓക്കെ, ഇടിവെട്ടും മഴയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ലിവ് ചെയ്തോളൂ. റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓക്കെ ലിവ് ചെയ്തോളൂ കേട്ടോ, പ്രശ്നമില്ല, റിസ്ക് എടുക്കണ്ട. റെക്കോർഡ് ക്ലാസ് കാണാം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ക്ലാസ് ഫോണിലാണല്ലോ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ലിവ് ചെയ്തോളൂ കേട്ടോ, റെക്കോർഡ് ക്ലാസ് കണ്ടാൽ മതി. ഇനി അങ്ങനെ റിസ്ക് എടുക്കണ്ട കേട്ടോ. ഓക്കെ, റെക്കോർഡ് ക്ലാസ് കാണണം കേട്ടോ. നിങ്ങൾ റിവ്യൂ ചെയ്ത് പോവുകയാണെങ്കിലും റെക്കോർഡ് ക്ലാസ് ഒന്ന് കാണാം, ഒന്ന് കണ്ടിന്യൂഷൻ കിട്ടണം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങളുടെ എന്താണോ അതുപോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്ത ബെനിഫിറ്റ് ആണ് എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ. അതായത് സ്റ്റാഫുകളുടെ മനോവീര്യം വർദ്ധിപ്പിക്കുക. മനോവീര്യം കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന്.
Generating a patient-focused culture does not have to come at the cost of employee satisfaction. In fact, taking steps to involve and motivate your staff is a crucial part of delivering outstanding patient care. അല്ലേ? നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ കൂടുതലായിട്ടും പേഷ്യന്റ് സെൻട്രിക് ആണ് അല്ലെ, പേഷ്യൻസിനാണ് അവിടെ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നത്. ആ സമയത്ത് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷനും കൂടി കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാം. പിന്നെ പറയുന്നത് നമ്മളുടെ സ്റ്റാഫുകൾക്ക്, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഒരു മോട്ടിവേഷൻസ് നൽകാണ്. ഇങ്ങനെ മോട്ടിവേഷൻസ് നൽകുകയാണെങ്കിൽ അവർക്ക് എന്താണ്, ജീവനക്കാരെ നല്ലൊരു സ്റ്റാഫുകൾക്ക് നമുക്ക് മോട്ടിവേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് അവരെയും കൂടി മികച്ച പെർഫോമൻസ്, ഔട്ട്സ്റ്റാൻഡിങ് പേഷ്യന്റ് കെയർ, മികച്ചൊരു പരിചരണം പേഷ്യൻസിന് കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു അല്ലെ. അതായത് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരാൾ ആരെങ്കിലും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോ നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് ജോലി കിട്ടും, എന്തായാലും നിനക്ക് ജോലി കിട്ടും, നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ആവാം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തില് എന്തെങ്കിലും റിസൾട്ട് കാണാണ്ടിരിക്കില്ല ഇല്ലേ. ഒരാൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയും അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടില്ലേ. പിന്നെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെവി കൂടി കേട്ട് ഇപ്പുറത്തെ കൂടി കളയാന്നല്ല, അതിന് നമ്മളുടെ പ്രാബല്യത്തിൽ വരുത്തണം. നമ്മൾ ഒരാളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് പോകും. ഇവിടെ പറയുന്നത് സ്റ്റാഫിനും, അതായത് ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് ഒരു മോട്ടിവേഷൻസ് ഒക്കെ നൽകുകയാണെങ്കിൽ അവർക്ക് ഒരു ഔട്ട്സ്റ്റാൻഡിങ് പേഷ്യന്റ് കെയർ നൽകാനായിട്ട് സാധിക്കും. Okay. Healthcare setting are often high stress environments. Training and strengthening the employees makes them able to perform their job to the best of their abilities and makes them feel valued, increasing staff retention. അല്ലെ, ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അല്ലെ. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവും? ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരെ ആരുമില്ല. അപ്പോ ഒരു ഹോസ്പിറ്റൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ കുറച്ച് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് അല്ലെ. അപ്പോ അത്യാവശ്യം സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ എടുക്കുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ. സോ ട്രെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ് ദ എംപ്ലോയീസ് മേക്ക് ദം ഏബിൾ ടു പെർഫോം ദെയർ ജോബ്. അതിനാൽ അവിടെയുള്ള സ്റ്റാഫുകൾക്ക് അത്യാവശ്യം ട്രെയിനിങ് പ്രോഗ്രാംസുകളും ഒരു സ്ട്രെങ്തനിങ്, അവരെ ശക്തിപ്പെടുത്താനുള്ള കുറച്ച് പ്രോഗ്രാംസുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ വർക്ക് അവർക്ക് നല്ല രീതിയിൽ ബെസ്റ്റ് ആയിട്ട് അവരുടെ എബിലിറ്റീസ്, അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനായിട്ട് അവർക്ക് തീർച്ചയായും സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസുകളും അങ്ങനെയുള്ള ഒരു ബൂസ്റ്റർ പരിപാടികൾ, മോട്ടിവേഷൻസ് ക്ലാസ്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ്, അതുകൊണ്ട് തന്നെ വാല്യൂ ആൻഡ് ഇൻക്രീസ് സ്റ്റാഫ് റിട്ടൻഷൻ, സ്റ്റാഫുകൾ നമുക്ക് നിലനിർത്താൻ പറ്റുന്നു. അതായത് സ്റ്റാഫുകൾ ഒഴിഞ്ഞു പോകുന്നത് മാറി അവര് നമുക്ക് അവിടെ നിലനിർത്താനും സാധിക്കുന്നു. എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫ് നോ ഹൗ ടു ക്യാരി ഔട്ട് അറ്റൻസീവ് സർവീസ്, then patient focused service that help to boost patient satisfaction scores. അല്ലെ, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫിന് നല്ല രീതിയിലുള്ള ഒരു സർവീസ് കൊടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ പേഷ്യന്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സർവീസ് കൊടുക്കാം. അത് നമ്മളുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോറിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. നല്ല രീതിയിൽ സർവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പേഷ്യൻസും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, അപ്പോ എൻഹാൻസ്ഡ് മൊറൈൽ, സ്റ്റാഫ് മൊറൈലിൽ മെയിൻ ആയിട്ട് പറയുന്നത് അവർക്ക് എന്ത് ചെയ്യുക, സ്റ്റാഫിന് മോട്ടിവേഷൻസ് കൊടുക്കുക, ട്രെയിനിങ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു പേഷ്യൻസിന്റെ കെയർ നല്ല രീതിയിൽ അവർക്ക് ഇംപ്രൂവ് ചെയ്യിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റാഫിനെ അവിടെ റിട്ടൻഷൻ ചെയ്യാൻ പറ്റുന്നു, നിലനിർത്താൻ പറ്റും. അതായത് അവർക്ക് ഒഴിഞ്ഞു പോക്കുണ്ടാവില്ല. ഓക്കെ, ദെൻ അടുത്തൊരു പോയിന്റ് കൂടി നമുക്കൊന്ന് പറയാം കേട്ടോ, അതിനും കൂടി ടൈം ഉണ്ടാവുമല്ലോ. ഹയർ പ്രൊഡക്ടിവിറ്റി. എങ്ങനെയാണ് ഹയർ പ്രൊഡക്ടിവിറ്റി കിട്ടുന്നതെന്ന് നോക്കാം. ഇൻവെസ്റ്റിംഗ് ഇൻ ട്രെയിനിങ് ആൻഡ് സോഫ്റ്റ്വെയർ ടു മേക്ക് ബെറ്റർ ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് can also increase staff and provider productivity in the organization. അല്ലെ, അതായത് രോഗിയുടെ, ഒരു പേഷ്യന്റിന്റെ അനുഭവം മികച്ചതാക്കുന്നതിന് പരിശീലനത്തിലൂടെയും ട്രെയിനിങ്സിലൂടെയും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിലൂടെയും നിക്ഷേപിക്കുന്നത് സ്ഥാപനത്തിലെ ജീവനക്കാരുടെയും അതുപോലെ തന്നെ ദാതാവിന്റെയും ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. അതായത് നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ സ്റ്റാഫുകൾക്കും അത് നല്ല രീതിയിൽ
ഉൽപാദനക്ഷമത ഉണ്ടാക്കും, അത് അവരുടെ വർക്കിനെ അത് അഫക്ട് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നോക്കാം. If hospital executes secure online appointments scheduling and patient messaging, staff may spend as much of 50% less time on the phone with the patients. അല്ലെ, അതായത് ഇപ്പോ ഹോസ്പിറ്റലുകളിൽ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സുകളും അതുപോലെ തന്നെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളുകളും അതുപോലെ തന്നെ മെസ്സേജുകളൊക്കെ അവർക്ക് നമ്മൾ പബ്ലിക് റിലേഷൻസിൽ പഠിച്ചത് ഓർക്കണുണ്ടോ നിങ്ങള്? പബ്ലിക് റിലേഷൻസിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? സ്റ്റാഫുകളുടെ ഒരു പിടിച്ചു നിർത്താൻ മീൻസ് പേഷ്യൻസിനെ നമുക്ക് ഒരു പബ്ലിക് റിലേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മെസ്സേജുകൾ അയക്കാം അല്ലെ, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റിന്റെ കാര്യങ്ങൾ റിമൈൻഡർ ഓർമ്മിപ്പിക്കാനൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്? ഒരു പോയിന്റ് ആർക്കും ഓർമ്മയില്ല? പബ്ലിക് റിലേഷൻസിൽ ഇങ്ങനെ ഒരു പോയിന്റ് വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? പഠിച്ചില്ലെങ്കിലും നമുക്ക് ഫോൺ കോളിലൂടെയും ഇമെയിൽസിലൂടെയും ടെക്സ്റ്റ് മെസ്സേജിലൂടെയൊക്കെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ റിമൈൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നില്ല, വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതാണ് കേട്ടോ. അപ്പോ ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സുകളും ഷെഡ്യൂളിങ്ങും പേഷ്യൻസിന് മെസ്സേജ് ഒക്കെ അയക്കുകയാണെങ്കിൽ നമുക്കൊരു 50% അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാണ്. PROയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഹയർ പ്രൊഡക്ടിവിറ്റി നമുക്ക് കിട്ടുമെന്ന്. 50% നമുക്ക് ലെസ് ടൈം, കുറവ് നമുക്ക് ആ പേഷ്യൻസിന്റെ അടുത്തിരിക്കുന്നതിനേക്കാളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നത്. കോൺസിക്വന്റ്ലി സ്റ്റാഫ് ക്യാൻ പെർഫോം എക്സ്ട്രാ ടാസ്ക്. അപ്പോ എക്സ്ട്രാ ടാസ്ക് അവർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വിച്ച് അലൗസ് അസ് ടു റൺ എ ലേണർ ഓഫീസ്. അതായത് നല്ലൊരു ലേണർ ഓഫീസ് ആകാമെന്ന്, മീൻസ് ഒരു നല്ലൊരു കേട്ടിരിക്കുന്ന ഒരു ഓഫീസർ ആകാമെന്ന്, പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ പേഷ്യൻസിനെ കൂടുതൽ തിരിച്ചറിയാം, മനസ്സിലാക്കാമെന്ന്. Decide when a hospital lessens the patient's no-show and late cancellation. Hospital have less dead time in scheduling and can maximize the patient time and related billing. നോക്കാം, ഹോസ്പിറ്റലില് രോഗിയെ കാണാത്തതും അതുപോലെ തന്നെ ക്യാൻസലേഷൻസ് ഒക്കെ കുറയ്ക്കുമ്പോൾ, ക്യാൻസലേഷൻസ് ഒക്കെ വരില്ലേ, അങ്ങനെയുള്ള ട്രാൻസ്ലേഷൻസ് ഒക്കെ കുറയ്ക്കുമ്പോൾ തന്നെ പ്രോഫിറ്റബിൾ അവിടെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നത്. അതായത് ക്യാൻസൽ ചെയ്യും ചില പേഷ്യൻസ് ഒക്കെ, ഡോക്ടറെ അവർക്ക് കുറെ നേരം ഇരുന്ന് ചിലപ്പോൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് ചിലപ്പോൾ ഡോക്ടറെ കാണാണ്ടൊക്കെ പോകും, ക്യാൻസലേഷൻ ഒക്കെ ആയി പോകും അല്ലെ. അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോഴും അതൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പ്രൊഡക്ടിവിറ്റി ലഭിക്കുന്നു. ഹോസ്പിറ്റൽസ് ഹാവ് ലെസ് ഡെഡ് ടൈം ഇൻ ഷെഡ്യൂളിംഗ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഡെഡ് ടൈം കുറവ്. ഡെഡ് ടൈം ഉദ്ദേശിക്കുന്നത് പേഷ്യൻസ് ഉണ്ടാകുന്നു, അവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന എല്ലാ പേഷ്യൻസ് ഉണ്ടാകും. അങ്ങനെയുള്ളതാണെങ്കിൽ ക്യാൻ മാക്സിമൈസ് പേഷ്യന്റ് ടൈം ആൻഡ് റിലേറ്റഡ് ബില്ലിംഗ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പേഷ്യന്റിന്റെ ടൈം കൂടുതലും മാക്സിമൈസ് അവരോടൊപ്പം ചെലവഴിക്കാനും അതുപോലെ റിലേറ്റഡ് ബില്ലിങ്ങിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാനും സാധിക്കുന്നു. അതാണ് ഹയർ പ്രൊഡക്ടിവിറ്റിയിൽ പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. കാരണം നിങ്ങൾക്ക് തോന്നി, നിങ്ങൾക്ക് തന്നെ വായിച്ചപ്പോ മനസ്സിലായില്ലേ, ഒരു ഐഡിയ ഇല്ലാത്ത പോലത്തെ സെന്റൻസുകൾ പോലെ നിങ്ങൾക്ക് തോന്നിക്കാണും അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. എങ്കിലും ഞാൻ അതിന്റെ ഇടയിൽ കൂടി കുറെ എക്സാമ്പിൾ ഒക്കെ ഇട്ട് തരുന്നുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ. അപ്പൊ അത് നല്ലപോലെ വായിക്കണം കേട്ടോ. വായിച്ചാൽ മാത്രം നമുക്കത് ക്ലിയർ ആകുള്ളൂ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഹയർ പ്രൊഡക്ടിവിറ്റി ഒന്ന് വായിക്കാം. അത്രയും ഭാഗം നമുക്ക് നോക്കിയാൽ മതി. അടുത്ത ടോപ്പിക് റെപ്യൂട്ടേഷൻ ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകും. ഒത്തിരി പേര് ലീവ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു, മഴയും ഇടിവെട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലെ. ഓക്കെ, ഹയർ പ്രൊഡക്ടിവിറ്റി ഒന്ന് വായിക്കാം കേട്ടോ. ഹയർ പ്രൊഡക്ടിവിറ്റി വായിക്കാം. ഒന്ന് രണ്ട് പ്രാവശ്യം വായിക്കണോട്ടോ നിങ്ങള്, എങ്കിലും അതിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളേ. ഒറ്റയടിക്ക് അത് വായിച്ചിട്ട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, വായിച്ചോ? ദെൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേയുടെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ നോക്കിയത്. അതില് പേഷ്യൻസിനും ഹോസ്പിറ്റലിനും കിട്ടുന്ന ബെനിഫിറ്റ്സുകളാണ്. പേഷ്യന്റ് ആൻഡ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ, ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി, എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ, ഹയർ പ്രൊഡക്ടിവിറ്റി. ഈ 4 ബെനിഫിറ്റ്സ് ആണ് നമ്മളിപ്പോ നോക്കിയത്. ഇനി അതില് റെപ്യൂട്ടേഷൻ, ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ്, 2 ബെനിഫിറ്റ്സ് കൂടി ഉണ്ട്. അത് കുറച്ച് അധികം ഉണ്ട് റെപ്യൂട്ടേഷൻ. അത് വായിച്ച് മനസ്സിലാക്കാനുണ്ട് കുറച്ച്. അതുകൊണ്ട് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. എടുത്ത അത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇച്ചിരി ഡിഫിക്കൽട്ട് ഒക്കെ തോന്നിയേക്കാം. എങ്കിലും മാക്സിമം നിങ്ങളുടേതായ രീതിക്ക് ഞാൻ മനസ്സിലാകുന്ന രീതിയിൽ ഇത് ഷോർട്ട് ആക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അത് പറഞ്ഞു തന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ ഓരോ സെന്റൻസ് വെച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇപ്പൊ എടുത്ത അത്രയും ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ആ ചാപ്റ്റർ അങ്ങനെയാണ്, കുറച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണത്. അതുകൊണ്ട് നമുക്കും പഠിക്കാൻ വലിയ ഇഷ്ടം അങ്ങനത്തെ ഒരു ടോപ്പിക് ആണ് അത്. എങ്കിലും വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ 1-2 പ്രാവശ്യം വായിക്കണം. ഒരു പ്രാവശ്യം കൊണ്ട് നമ്മള് മറ്റ് ചാപ്റ്റേഴ്സിൽ പോയിന്റ് ചെയ്ത് വായിക്കുന്ന പോലെയല്ല, അല്ലെ? ഇപ്പൊ ഒരു സെന്റൻസ് തുടങ്ങുന്നത് ഒരു പാരഗ്രാഫ് ആയിട്ട് തന്നെയാണ് സെന്റൻസ് അവസാനിക്കുന്നത്, അല്ലെ? അപ്പൊ അത് നമ്മുടേതായ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ എഫോർട്ട് എടുത്ത് തന്നെ വായിക്കണം. പിന്നെ അതിൽ നിന്നും വരാവുന്ന ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഞാൻ എടുത്തെടുത്ത് പോകുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി പോകുന്നുണ്ട്, അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയാറുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് അണ്ടർലൈൻ ചെയ്ത് പോവുക. ദെൻ നമുക്ക് ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ കുറച്ച് ബാക്കി ഇനി വരുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവീസുകളിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ മോഡൽ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, പഠിച്ചു വെക്കണം കേട്ടോ. ഏതെല്ലാം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഭാഗങ്ങൾ, ഇനി കുറച്ച് ഭാഗം കൂടി ഉള്ളൂ. ഒരു ക്ലാസ്സോ 2 ക്ലാസ്സോ കൂടി മതിയാവും നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോ ഇതുവരെ ഉള്ളത് കൃത്യമായിട്ട് വായിക്കുക. നല്ല രീതിയിൽ എഫോർട്ട് എടുത്ത് സമയം എടുത്ത് തന്നെ വായിച്ചത് പഠിച്ച് മനസ്സിലാക്കുക. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. അപ്പോ ഓക്കെ, താങ്ക് യു ഓൾ.